നിരവധി ഹൈന്ദവ സമുദായങ്ങൾ ഒത്തുചേർന്നാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് തന്ത്രി പറയുന്നത്. അവിടെ ഈ കൂടൽമാണിക്യം ദേവസ്വത്തിൽ 71 ആക്ട് പാസ്സായ അന്ന് മുതൽ ദേവസ്വം ഒരു ബോർഡാണ് ഭരിക്കുന്നത്. അതിനു മുമ്പുള്ള കാര്യം അതൊരു സ്വതന്ത്ര രാജ്യം പോലെ പ്രവർത്തിച്ചതാണ്. അതിലേക്ക് ഞാൻ വരാം. ഈ 71 ശേഷം ഇന്ന് വരെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങളിൽപ്പെട്ട ഒരു സ്ഥിരം ജോലിക്കാരൻ ഇപ്പോഴും ഇന്ന് നമ്മൾ അവിടെ എടുത്ത് പരിശോധിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരൊറ്റ ആൾ പോലും സ്ഥിരം ജോലിക്ക് അവിടെ കൂടൽമാണിക്യം ദേവസ്ഥയിലില്ല. സ്വീപ്പർ തസ്തികയിൽ വരെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വീപ്പർ തസ്തികയിൽ വരെ അവിടെയുള്ളത് സവർണ്ണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുണ്ട്. അദ്ദേഹത്തിന് സോപാനത്തിൻ്റെ അവിടെ പോയി സോപാനത്തിൻ്റെ ഭാഗത്ത് അടിച്ചു വാരാനുള്ള അവകാശമില്ല. താൽക്കാലിക ജീവനക്കാരിൽ കുറച്ച് ദളിതരും OBC-കാരൊക്കെ ഉണ്ട്. അവർക്ക് കക്കു വൃത്തിയാക്കുക, അതല്ലെങ്കിൽ അവിടെ പുറത്തെ പറമ്പിൽ പണി ചെയ്യുക. എന്തിന് ഈ തന്ത്രിമാർ കുളിക്കുന്ന കുളത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള പുല്ല് വൃത്തിയാക്കാൻ പോലും അവിടെയുള്ള താൽക്കാലിക ജീവനക്കാരായിട്ടുള്ള ആളുകൾ പോലും നിയോഗിക്കാറില്ല. അങ്ങനെ നഗ്നമായ ജാതീയത പ്രവർത്തിക്കുന്ന ഒരു തൊഴിലിടമാണത്. ഒരു പടി കൂടെ കടന്നു നോക്കിയാൽ കലാപരമായ കാര്യങ്ങളിൽ ഇപ്പോൾ UNESCO ഒക്കെ ബന്ധപ്പെട്ട് വലിയ പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ക്ലാസിക്കൽ കലകളൊക്കെ നിലനിൽക്കുന്ന ഒരു നാട് കൂടിയാണ് ഇരിഞ്ഞാലക്കുടയും കൂടൽമാണിക്യ ക്ഷേത്രമൊക്കെ. ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ അവിടുത്തെ കൂത്തമ്പലത്തിൽ കല അവതരിപ്പിക്കുന്നതിൽ പോലും ഇപ്പോഴും കൃത്യമായ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ജാതിയല്ല, കുടുംബത്തിൻ്റെ അവകാശമാണെന്നുള്ളതാണ്. കുടുംബ അവകാശവുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ ആ കാരാൺമ എന്ന് പറയുന്നത് ജാതി റേറ്റല്ല, ഒരു ഫാമിലി റേറ്റ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവരുടെ സമുദായത്തിലെ മിശ്ര വിവാഹിതരായിട്ടുള്ള ആളുകൾ മറ്റൊരു സമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ച ആളുകൾക്കും അവരുടെ മക്കളുണ്ടായാൽ അവർക്കും ഈ കുടുംബ അവകാശം കൊടുക്കേണ്ടതല്ലേ? കൊടുക്കുന്നുണ്ടോ? എന്തിന്? അവിടുത്തെ വളരെ പ്രശസ്തയായ ഒരു കലാകാരി, അവർ തൃശ്ശൂരിലെ വിവിധ ക്ഷേത്രങ്ങളിൽ കൂടിയാട്ടം അവതരിപ്പിച്ചിരുന്നൊരു കലാകാരിയാണ്. അവർ വിവാഹിതയായ സമയത്ത് അവർ വിവാഹം കഴിച്ച് മറ്റൊരു ജാതിയിൽപ്പെട്ട ആളാണ് എന്നാണ് പറയപ്പെടുന്നത്. വ്യക്തിപരമായി ഞാനത് അറിയില്ല. അതിനെ തുടർന്ന് അവർക്ക് പിന്നീട് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിലുൾപ്പെടെ അവരെ പിന്നെ കല അവതരിപ്പിക്കാൻ ക്ഷണിച്ചിട്ടില്ല. കൂടൽമാണിക്യത്തിൽ 2 കോടിയിലധികം രൂപ ചെലവാക്കി നവീകരിച്ച കൂത്തമ്പലത്തിലേക്ക് നായർ സമുദായത്തിൽപ്പെട്ട കൂടിയാട്ടം കലാകാരന്മാർക്ക് പോലും പ്രവേശനമില്ല. അപ്പോൾ കുടുംബ അവകാശം എന്ന പേരിൽ കാരാൺമ എന്ന പേരിലൊക്കെ കൃത്യമായ ജാതിയാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്.